എന്റെ തലയ്ക്ക് ചുറ്റും കറങ്ങുന്നത് കണ്ടോ? ചെറിയൊരു ചാനലുണ്ട്. ഇവിടെ കാണുമ്പോ തന്നെ പേടിയാവുക. എല്ലാം അതിഗംഭീരമായിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പോട്ട്സ് ആണ്. ഹായ് ജിങ്കലാല, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളതുണ്ടല്ലോ നമ്മുടെ എറണാകുളത്താണ്. നമ്മുടെ ദർബാർ ഹാൾ ഗ്രൗണ്ടില്ലേ, അവിടെയാണോ ഉള്ളത് കേട്ടോ. ഞാനുണ്ട്, അമ്മയുണ്ട്. പിന്നെ ഇവിടെ കുറെ നാളുകളായിട്ട് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുമായിരുന്നു. ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേ ആ ബാക്കിൽ കണ്ടോ, ആ ഫെസ്റ്റിലെ കുറെ എന്റർടൈൻമെന്റ് സംഭവങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ യന്ത്രൂഞ്ഞാലുണ്ട്, വഞ്ചിയുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഏറ്റവും എനിക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഇതേ നമ്മുടെ ബാക്കിൽ ഇവര് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട്, നമ്മളെ അത്ഭുതകരമായിട്ടുള്ള വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു വൈബ് എന്നുള്ളതെന്ന് നോക്കാന്ന് വെച്ചിട്ട് വന്നതാണ്. ഒത്തിരി പേരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ്. നമുക്കും സാധനങ്ങളൊക്കെ വാങ്ങാനും പിന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനൊക്കെ സാധിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇന്നാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാമ്മേ. ബാഗ് എടുത്തോ. ഇത് ബാക്ക് ആണ് കേട്ടോ, ബാക്ക് സൈഡ് ആണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് കടക്കണം. അമ്മ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 4 മണി to 9:30 വരെ എന്നല്ലേ പറഞ്ഞേക്കണേ. ചൂടൊക്കെ കുറവുള്ള സമയമാണ്. അപ്പൊ വന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതായിരിക്കും. യന്ത്രൂഞ്ഞാല് നമുക്ക് ഇവിടെ ഇരുന്നാ കാണാൻ പറ്റൂ കേട്ടോ. നല്ല രസമുണ്ടല്ലോ അമ്മേ. മൊത്തത്തില് ഭയങ്കര കളർഫുൾ ആയിട്ട് നമ്മളെ ഫ്രണ്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കയറാനായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രൗണ്ട് ആയതുകൊണ്ടേ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണ് കേട്ടോ. ദർബാർ ഹാൾ ഗ്രൗണ്ട് ആയത് കാരണം അപ്പൊ അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ കയറാൻ പോവാണ്. ഒരാൾക്ക് 150 ആണ് കേട്ടോ. പിന്നെ ഓരോരോ സെപ്പറേറ്റ് റൈഡുകൾക്ക് സെപ്പറേറ്റ് നമ്മൾ ഉള്ളിൽ ചെന്നിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെയല്ലേ പറഞ്ഞമ്മേ? അടിപൊളി ടിക്കറ്റ് ആണല്ലോ. അപ്പൊ ടിക്കറ്റ് തന്നോളൂ. നമ്മൾ അകത്തേക്ക് കയറുവാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലേ. മൊത്തം ഒരു റെയിൻബോ മയാണ്. പല പല കളേഴ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്. എൻട്രി തന്നെ നോക്കാം. അതേ ഉള്ളിലേക്ക് കടക്കുവാണ്. പൂമ്പാറ്റയത് എന്ത് രസാ. ഒരു കാട്ടില് കയറിയ പ്രതീതി ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റിങ്ങും ഡോൺ ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ അറേഞ്ച്മെന്റ് ആണ്. നല്ല രസല്ലേ. ഇവരെ നോക്കിയതേ ഇങ്ങട് വാ എന്ന് പറയണ പോലെയൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം? ഇത് മറ്റേ പുൽച്ചാടി അല്ലേ? പച്ച പുൽച്ചാടി അതെനിക്ക് എനിക്ക് തോന്നണേ. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയണോട്ടോ ഇത് എന്താ സംഭവം എന്ന്. ഇത് വണ്ടാണ്, ഹണീബിയാണ്. തേൻ കുടിക്കണതാന്ന് തോന്നുന്നു കേട്ടോ. തുമ്പികളുടെ ഓരോ വകഭേദമാണോ അമ്മേ? ഇത് തുമ്പികളുടെ ഓരോരോരോ വകഭേദമാണോ വെച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. ഹായ്, നമ്മുടെ ദുബായിലെ മിറക്കിൾ ഗാർഡന്റെ ഒരു മാതൃകയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി സെറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയ DJ അമ്യൂസ്മെന്റ്. എന്താ വെള്ളം വീണത്, എന്ത് ശബ്ദം അല്ലേ. റൈറ്റ് സൈഡിലായിട്ട് സറിയൽ നമ്മുടെ വാട്ടർഫാൾസ്, നയാഗ്ര വാട്ടർഫാൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ വന്ന് നിൽക്കുമ്പോ നല്ല തണുപ്പ്, നല്ല സുഖമുണ്ടില്ലേ ഇവിടെ നിൽക്കാൻ. നല്ല രസമുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ് നിൽക്കുമ്പോ. അതാണ് ഏറ്റവും വലിയ രസം. പിന്നെ വലിയ വൈഡായിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് എൻട്രി വരുമ്പോ തന്നെ നമ്മൾ വേറൊരു ഇത് എറണാകുളമാണെന്നൊക്കെ മറന്നു പോവാ അല്ലെ. നമ്മുടെ ഒട്ടകം കൂടി ഫ്രണ്ടിലുള്ള കാരണം ഒരു ദുബായിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നടന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ. അവിടെ ലൈറ്റൊക്കെ വന്നു തുടങ്ങി. നയാഗ്ര ഫാൾസിന്റെ അവിടെ അടിപൊളിയില്ലേ. ഇനി നയാഗ്ര ഫാൾസ് കാണിച്ചു തന്നില്ല എന്നൊരു കുറ്റം പറയരുത് കേട്ടോ. ഇതാണ് നയാഗ്ര ഫാൾസ്.
സൂപ്പർ അല്ലേ കാണാനായിട്ട്? നല്ല രസമല്ലേ? പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ വന്നിട്ട് കളിക്കാനും. അതുപോലെ തന്നെ ഈ വീക്കെൻഡിലൊക്കെ അവർക്ക് വെക്കേഷൻ കൂടി അടിച്ചു പൊളിച്ച് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ഇടമാണ്. ഇതിനകത്തൊരു സന്തോഷം തോന്നും നമുക്ക്. ഈ വൈബാണ് ഇവിടെ. വെള്ളത്തിന്റെ അവിടെ നിന്ന് പോയിട്ട് നോക്കട്ടെ കേട്ടാ. നല്ല തണുപ്പാട്ടാ, നല്ല രസമുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം കുട്ടികളൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കിട്ടിലൻ പായ്ക്കപ്പൽ കണ്ടു കേട്ടോ. സോ അപ്പോൾ പായ്ക്കപ്പലിൽ കയറാനായിട്ട് കൊതി തോന്നി. നമ്മളിങ്ങനെ പിക്ചറിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, ഞാനിങ്ങനെ നേരിട്ട് ഇങ്ങനെ ഒരു പായ്ക്കപ്പൽ കണ്ടിട്ടില്ല. അപ്പോൾ അടിപൊളി കേട്ടോ. അവിടെ മുകളിൽ നിൽക്കുമ്പോഴേ ആ തൊട്ടപ്പുറത്ത് ആ വാട്ടർഫാളും നല്ലൊരു ചെറിയ ഇളം കാറ്റും ശരിക്കും ചെറിയൊരു ടൈറ്റാനിക് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. കപ്പലല്ലെങ്കിലും പായ്ക്കപ്പലാണെങ്കിലും അടിപൊളിയായിരുന്നു. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഗെയിം ഏരിയാസ്. ഇതേ ഇവിടെ കൊണ്ട് സ്റ്റാർട്ടായി. നമ്മളിതേ അകലേന്ന് കണ്ട യന്ത്രൂജാലൊക്കെ ഇപ്പൊ അടുത്തായി. ഹെലികോപ്റ്റർ ആണിത് സെറ്റ് ചെയ്തേക്കണേ. എന്റെ പേരും കൂടി ഒരെണ്ണത്തിൽ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് കയറാനായിട്ട് അവര് അടിയാന്ന് തോന്നുന്നു അവിടെ. ആഹാ, നമ്മുടെ യന്ത്രൂഞ്ഞാല് എന്റെ തലയ്ക്ക് ചുറ്റും കറങ്ങുന്നത് കണ്ടോ? ഭയങ്കര ഓർമ്മയാണ് കേട്ടോ യന്ത്രൂഞ്ഞാലിനെ പറ്റിയിട്ടുള്ളത്. കാരണം ചെറുപ്പത്തിലൊക്കെ ഇതില് അകലെന്ന് കാണുമ്പോ കേറാൻ തോന്നും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇറങ്ങിയാ മതി എന്നായിരിക്കും. കാരണം തറയ്ക്ക് പേടിയാണേ അവിടെ നിക്കണേ. അത് കറങ്ങി മുകളിൽ ചെന്നിട്ട് പിന്നെ അടിയിലേക്കായിട്ട് വരാനായിട്ട് കാത്തു നിൽക്കും. കാരണം അടിയിലാണല്ലോ അതിന്റെ ഓപ്പറേറ്റർ ഉണ്ടാവുക. അപ്പൊ ആളോട് എന്തെങ്കിലും ഈശ്വര നിർത്തുന്ന് പറഞ്ഞിട്ട് വേണം അത് നിർത്തിക്കാനായിട്ട്. അപ്പൊ അതുമാതിരി പാടുകൾ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ കയറാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ. പേടിയൊന്നും ഇല്ലാത്തവർക്ക് സൂപ്പറായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനായിട്ട്. എനിക്ക് പേടിയാണ്. നമ്മുടെ വഞ്ചിയാണ് കേട്ടോ. വഞ്ചി എന്നല്ല പറയാ നമ്മളിങ്ങനെ. നല്ല രസമുണ്ട് സെറ്റ് ചെയ്തേക്കണ കാണാൻ, നല്ല കളർഫുൾ ആയിട്ട്. അഡ്വഞ്ചറസ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളി സംഭവങ്ങളാണ്. ഇവിടെ മൊത്തം അഡ്വഞ്ചറസ് ആണ് കേട്ടോ. അതേ ഗോസ്റ്റ് ഹൗസ് ഒക്കെ അതേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ബോൾ പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഹാ, ഫുള്ള് ബോൾസ് ആണ്. നല്ല കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തേക്കണം. അപ്പൊ തന്നെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും കയറാനൊക്കെ തോന്നും. സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് വരാൻ പറ്റിയ ഒരു കിട്ടിലെ ജിങ്കലാല സ്പോട്ട് തന്നെയാണ് കേട്ടോ. ബായ് എനിക്കിത് കറക്കി തന്നു കേട്ടോ. എന്താ പേര്? ആ, ചെറിയൊരു ചാനലുണ്ട്. പേരെന്താ? എവിടെന്നാ വരണേ? പാലക്കാടാ? ഇതില് ഏതാ ഓപ്പറേറ്റ് ചെയ്യണേ? ആ, ഇവിടെ അല്ലേ. ഒന്നും പറയാണ്ട് എനിക്കിത് കറക്കി തന്നു. ഒന്നുമില്ല, പേടിക്കണ്ട. ഒത്തിരി സന്തോഷം കണ്ടേല്. അങ്ങനെ ചെയ്തു തന്നപ്പോ ഒരു ഹാപ്പിനെസ് ആയി. ഒരു പെട്ടെന്നൊരു സന്തോഷം തോന്നി. ചാനലാന്ന് പറഞ്ഞപ്പോ പിന്നെ വരണില്ല. ഇത് നമ്മുടെ പിള്ളേരുടെ ജമ്പിങ് ഇതിനുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അസറുദ്ദീൻ നിൽക്കുന്നത്. ഒരു സംഭവം വരുന്നുണ്ട്. എന്റെ പൊന്നോ, ഇവിടെ കാണുമ്പോ തന്നെ പേടിയാവുക. നല്ല കാര്യമുണ്ടോ കിടന്ന് കരയണ നോക്കിയേ. അതൊരു രസം, കേറിയിട്ട് കരയാൻ. അവിടെ കേറിയിട്ട് ആർമാദിച്ചുള്ള വരവാണ്. ഇത് പുതിയ ഗെയിമാണോ ചേട്ടാ? ഇത് റിങ് ഗെയിം മാത്രല്ലേ ഉണ്ടായുള്ളൂ? ചിന്നിച്ചെതറും. ഇതാണോ ഗിഫ്റ്റുകള്? ഫസ്റ്റ് ഗിഫ്റ്റ്
ഫസ്റ്റ് ഗിഫ്റ്റ് അതെന്താ സംഭവം? എന്താ ഐറ്റം? ആ ഗ്യാസ് റോള്. അത്യാവശ്യം നല്ല ഗിഫ്റ്റ് അല്ലേ. പിന്നെ പപ്പി. ഫാമിലി ഗെയിം 6 റിങ്ങിന്റെയും കൂടി ഉണ്ട് കേട്ടോ. 6 റിങ് 60 രൂപ. ഇത് പരിചയമുണ്ട്. ഇത് ആദ്യമായിട്ടാ കാണുന്നത്. ഫാമിലി ഗെയിം എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഓടി വരൂ ചാടി വരൂ എന്നാണ് പറയുന്നത്. അവിടെ ഈ ആളെ കണ്ട് പരിചയം ഉണ്ടല്ലോ. ഇത് ചോട്ടാബീനല്ലേ? എന്താ അമ്മയെ കളിക്കണ? ഒരു ചായ കുടിക്കാൻ കയറി. പിന്നെ ദേ ബജി കഴിക്കാണ് കേട്ടോ. ഇതെന്ത് ചട്നിയാ? പുതിന ചട്നി. റേറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം 550 onwards. ഓക്കെ, 550 onwardsലുള്ള രാജസ്ഥാൻ, റൈറ്റ്? രാജസ്ഥാനിൽ നിന്നുള്ള കോലാപുരി ചെരുപ്പുകളാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി. നല്ല കളർഫുൾ ആണ് കേട്ടോ. കുറച്ചുകൂടി നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു അടുക്കി വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല നീറ്റാണ്. സ്കാർപ്പ് നെക്കിൽ വെച്ച് നോക്കിയേ. എന്താ പേര് ബ്രോ? പേരെന്തായിരുന്നു? സ്കാർപ്പ് നെക്ക് മസാജ്. ഇതിന്റെ ഏരിയ ആണ് കേട്ടോ. 10 to 50% ഓഫ് ഒക്കെ ഉണ്ട്. ഇടിച്ച് തളർന്നിരിക്കാനായിട്ട്. അയ്യോ, ഫർണിച്ചറിന്റെ ആണ് കേട്ടോ അവരുടെ. Jinga